ചെങ്ങറ സുരേന്ദ്രനെ CPI സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് പരാതിയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി അരുൺ രാജാണ് ചേരുന്നത്. അരുൺ, സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? പ്രഭിത CPI സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയായിരുന്നു ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് ഇടയാക്കിയത്. കഴിഞ്ഞ 3 മാസം മുമ്പാണ് CPI സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ ചെങ്ങറ സുരേന്ദ്രനെതിരെ ഒരു പരാതി ലഭിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന സമയത്തടക്കം വലിയ സാമ്പത്തിക രീതിയിലുള്ള ക്രമക്കേട് ചെങ്ങറ സുരേന്ദ്രൻ നടത്തി എന്നുള്ളതായിരുന്നു ഈ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPI ഒരു പ്രാഥമിക അന്വേഷണത്തിന് തന്നെ തീരുമാനമെടുക്കുകയും ചെങ്ങറ സുരേന്ദ്രനോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ചെങ്ങറ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് CPI കൊല്ലം ജില്ലാ നേതൃത്വം നൽകിയ വിശദീകരണം അത് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയും ജില്ലാ എക്സിക്യൂട്ടീവും വിശദമായി ചർച്ച ചെയ്തു. പക്ഷേ ചെങ്ങറ സുരേന്ദ്രൻ പറയുന്നത് പോലെയല്ല ഈ പരാതിയിൽ പറയുന്ന ആരോപണം. അതിനപ്പുറമുള്ള ഗൗരവപരമായ രീതിയിൽ ഈ പരാതിയിൽ ചില വസ്തുതകളുണ്ട് എന്നുള്ളതാണ് CPIയുടെ ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങറ സുരേന്ദ്രനെ CPIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും 1 വർഷത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് CPI ജില്ലാ കമ്മിറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. ഇയാൾക്കെതിരെ കൂടുതൽ നടപടി വരും നാളുകളിൽ ഉണ്ടാകുമെന്ന സൂചന കൂടി CPI നേതൃത്വം നൽകുന്നു. കാരണം ഈ ചെങ്ങറ സുരേന്ദ്രൻ ഇപ്പോൾ നൽകിയ മറുപടി, അതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് CPI നടത്തുന്ന അന്വേഷണം, ആ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി നടപടിയടക്കം ഉണ്ടാവുക. എന്തായാലും ഇതുവരെ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ ചെങ്ങറ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.